ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ടുള്ള എഗ് റോൾ ഉണ്ടാക്കി നോക്കാം. ഇതിലാവശ്യമായിട്ടുള്ള 1 കപ്പ് മൈദ ഇടാം. ഇനി നമ്മൾക്ക് ഒരു കോഴിമുട്ട കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതേ ടൈറ്റിൽ നമുക്ക് അടിച്ചെടുക്കാം. ഓവറായി ലൂസ് ആവാണ്ട് ഒരു മീഡിയം ലെവലിൽ അടിച്ചെടുക്കാം. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ച് നമ്മൾക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അടിച്ചത് 1 സ്പൂൺ നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നന്നായി ചുവന്ന് വന്നതിന് ശേഷം നമ്മൾക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഒരു അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി എടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട മുറിച്ചിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, വല്ലാണ്ട് ഇളകാതെ. ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ കൂട്ടി വെച്ച മാവ് കൊണ്ട് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടി ആദ്യം പാനിൽ കുറച്ച് എണ്ണ തടവി അതിന് ശേഷം നമ്മൾക്ക് അപ്പം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് എടുക്കാം. ഈ ഷീറ്റ് പകുതി വേവാകുമ്പോൾ നമ്മൾക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഓരോരോ ഷീറ്റും എടുത്ത് അതിലേക്ക് മസാല വെച്ച് റോളാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 2 മുട്ട ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
ഇനി ആവശ്യത്തിന് റസ്ക് പൊടി എടുത്ത് അത് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച എഗ് റോളുകൾ ഓരോന്നായിട്ട് നമ്മൾക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഇതുപോലെ രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നതിന് ശേഷം എണ്ണയിൽ നിന്നും കോരിയെടുത്ത് നമുക്ക് ഇത് മാറ്റി വെക്കാം. നമ്മുടെ എഗ് റോള് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.